ഹായ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വിശേഷത്തേക്ക് സ്വാഗതം. നല്ലൊരു മഴയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ വന്ന് പരിച്ചു പോയി. ഇന്ന് അതന്നെ അവസ്ഥ തന്നെ. ചൂട് എന്ന് പറഞ്ഞാല് ഒരു ഒന്നൊന്നര ചൂടാ തോന്നണേ. ആദ്യത്തെ വർഷത്തിനേക്കാട് ചൂട് കൂടുതലാണല്ലേ. എല്ലാവർക്കും ഇതന്നെയൊക്കെ അവസ്ഥ എന്ന് വിചാരിക്കണേ. നമുക്ക് അകത്തിരിക്കാൻ വയ്യ, പുറത്തിരിക്കാൻ വയ്യ. നമ്മളെ പുറത്തത്തെ അവസ്ഥ ഇതല്ലേ. ഒരു മരം ഇല്ല, ഇതൊന്നും ഇല്ലാത്തതിന്റെ അവസ്ഥ എപ്പോഴാണ് മനസ്സിലാവണേ. പഴയ വീടും ആ ഒരു ചിക്കു മാത്രമുണ്ട്. ഒരു മരം പച്ചപ്പായിട്ട് നമ്മളെ വീടിന്റെ മുറ്റത്തുള്ളത് ആ ഒരു ചിക്കാണ് ഏക ആശ്രയം. പിന്നെ നമ്മളെ പഴയ വീടും ഈ വീടും വെച്ച് നോക്കുമ്പോ എത്രയോ അന്നത്തെ ആ ഭാഗത്തൊക്കെ എല്ലാം പച്ചപ്പായിരുന്നു. തെങ്ങും കഴുങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് എവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടാ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ സമയം 4-5 മണി കാലമായിട്ടുണ്ട്. ഈ ഭാഗത്തെ റോഡാണ്, ആ ഭാഗത്തെ റോഡിന് അധികം ടാറിട്ട റോഡും കൂടി അല്ലേ. അതും കൂടി ഒന്ന് പഴുത്ത് നിക്കണ അവസ്ഥ എന്ന് ഓർത്താല് എങ്ങനെ പിന്നെ നിക്കും. പക്ഷെ മഴയ്ക്കുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്, പെയ്യുന്നുള്ള പ്രതീക്ഷ. നല്ല കാറ്റൊക്കെ ഉണ്ട്, ഇടയ്ക്കോ മഴ പെയ്യണുണ്ട്. എന്നാ അതിനല്ലേ ഇത് കൊണ്ട് തന്നത്. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ കയ്യിൽ നിന്ന് കണ്ട. അപ്പൊ ചവിട്ടിട്ട് വെച്ചോ കിട്ടുന്ന സാധനം. അതാണ് ഇന്നാള് കാണിച്ചിരുന്നു ഈ സാധനം. ഇപ്പൊ ഇത് ഇവന് കൂടുതലായിട്ട് തിന്നണം. ഞങ്ങള് രണ്ടാളും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അമ്മമാര് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാരി സാധനമൊക്കെ ഉണ്ടെന്നാലും എന്ത് സാധനമാണെങ്കിലും ഓന് അത് മുറിച്ച് പാകാക്കി തരണം അതാണ്. അപ്പൊ പിന്നെ ഒന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കിയ ചക്കരക്കിഴങ്ങാണ്. നിങ്ങൾ എന്താ പറയല്, മധുരക്കിഴങ്ങോ അങ്ങനെയൊക്കെ പറയില്ലേ. എന്തായാലും സംഭവം രസമാണ്. ഞങ്ങൾ പുഴുങ്ങിയിട്ടാണ് തേറുണ്ടാക്കല്. ഒന്ന് സന്തോഷമായിട്ടും പറയാം. എന്നും ഒരേപോലെ കണ്ട ഇന്ന് വേറെ രീതിക്ക് ആരോ ഉണ്ടാക്കണ പറഞ്ഞു കൊടുക്കല്ലേ. ആരെ പറഞ്ഞല്ലേ പറഞ്ഞു ടേസ്റ്റ് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് പച്ചക്ക് കടിച്ച് തിന്നാനും നല്ല രസമല്ലേ. തോലാദ്യം ചെത്തിക്കളയണം. പൂള തൊലിക്കും പോലെ തൊലി കളഞ്ഞെടുക്കണം. ഇപ്പൊ ഇത് തൊലി അരിക്ക് തൊലി ഇട്ടോ. അമ്മമ്മ കളഞ്ഞോളേ, ആർക്കും കൊടുക്കൂല. ഓരെന്നെ ചെയ്യണം. അങ്ങനെ കളയരുത്തി ഇങ്ങനെ വരട്ടി കളഞ്ഞ് കാണിച്ചു. ഞാൻ പിന്നെ എനിക്ക് ഇടപെടാൻ തന്നെ പോണില്ല കേട്ടോ. സമ്മതിക്കൂലെന്നറിയാം. അപ്പൊ പിന്നെ ചെയ്തോട്ടെ. ആദ്യം മുതലേ ഉള്ളൊരു സ്വഭാവമാണ് അത്. അപ്പൊ പിന്നെ ഇപ്പൊ വെക്കേഷനും കൂടി അല്ലേ. ഇപ്പൊ ഓന്റെ കസ്റ്റഡിയിലാണ് ഞങ്ങൾ എല്ലാരും നിക്കണത്. എല്ലാ പണിയും ഓനാണ് നേതൃത്വം വഹിക്കണത്. അപ്പൊ ഇന്ന് വിരുന്ന് പോകാൻ നിന്നതാണ് അമ്മയും കൂടി. നമ്മളെ ചേച്ചിമാർക്കൊക്കെ കുറേ പറഞ്ഞാൽ കുറേ ആയി പോയിട്ട്. എന്നാണ് അത് പോയതെന്ന് തന്നെ ഓർമ്മല്ല. ആ ടൈൽസ് ഇട്ടപ്പോ ഒന്ന് കാണാൻ പോയതാ തോന്നില്ല. സിന്ധേച്ചിടത്തേക്ക് കുറെ കാലായി. അപ്പൊ ഒന്നാമത് അതാണ്, ഈ ഒരു പാറു വന്നതിന് ശേഷം നമ്മള് ഓളട്ട് പോവാനും ഓളെ കൊണ്ടുപോകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. സിന്ധേച്ചിന് തന്നെ പൂച്ചക്കുട്ടിയുണ്ട്. അപ്പൊ അവിടേക്ക് ഇവളെയോടും കൊണ്ടുപോയി ആകെ അവിടെ തല്ലാവും. അപ്പൊ വേണ്ട വിചാരിക്കും. അല്ലെങ്കിൽ പോയിട്ട് പെട്ടെന്ന് ഇവിടെ വരണം. അപ്പൊ നമ്മളെ വീഡിയോ കാര്യങ്ങൾ കംപ്ലീറ്റ് അവതാളത്തിലാവും. നമ്മളെ നിലനിൽപ്പ് പ്രശ്ന. അല്ലെങ്കിൽ അവർ പോയ രാവിലെ ഇങ്ങോട്ട് എത്തും വേണം. എല്ലാം കൂടി അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പൊ ഇവർ രണ്ടാളും കൂടി പോയിട്ട് വൈകുന്നേരം നമുക്ക് വരാൻ വിചാരിച്ചു. അപ്പൊ ഇന്ന് അത് നടന്നില്ല കേട്ടോ. നമ്മളിവിടെ വണ്ടൂര് ഒരു പാർക്കൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് അതിക്കൊന്ന് പോകണം എന്നുണ്ട്. അതിന് നാളെ നീളെ അറിയും പോലെ അതിങ്ങനെ നീണ്ടു പോകും. അപ്പൊ ഞായറാഴ്ചക്ക് ഞങ്ങൾ ഏകദേശം ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അല്ല. അപ്പോൾ പിന്നെ അപ്പൂസിന് ഇങ്ങനത്തെ ഒരു കാര്യത്തിനോട് താല്പര്യമല്ല. ഞാൻ പറഞ്ഞിങ്ങനെ പിരി കയറ്റണോനാടാ പോവാ അങ്ങനെ ഇറങ്ങുവാൻ പോരും. അല്ലാതെ ഓനായിട്ടൊരു താല്പര്യമില്ല. നമ്മളീ ഭാഗത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഏകദേശം അവിടെ എത്തി സ്റ്റാറ്റസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പരിപാടി നമ്മൾ മാത്രം അവിടെ എത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ ചെടികളൊക്കെ ഇനി മഴ ചെയ്യും വിചാരിച്ച് നനയ്ക്കാതെയും കുറെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇല പഴുത്ത് വരുന്നുണ്ട്. ആ പഴുത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ എന്താ എല്ലാരും ചോദ്യം എന്നറിയോ, ഇതുമ്മ കിഴങ്ങ് വരുന്നുണ്ടോ, ഇതുമ്മ തൈ വരുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം. അങ്ങനെ ആയിരുന്നു പിഴുതെടുക്കാനോ അവിടുന്ന് കാണാൻ രസം. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്നറിയോ, അതുപോലെ തൈകള് അടിയിന്ന് കിഴങ്ങാണല്ലോ അത്. അതുപോലെ വരുന്ന തൈകളെ പിഴുതെടുത്തിട്ട് നമ്മളെ വീടിന്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ഇങ്ങനെ വെക്കണം എന്നാണ് കേട്ടോ.
അങ്ങനെ വെക്കുമ്പോൾ എന്താണെന്നറിയോ, അവിടുന്ന് നോക്കുമ്പോഴൊക്കെ നല്ല വ്യൂ കിട്ടുക. നമ്മുടെ വീട്ടിലേക്കുള്ള മെയിൻ അങ്ങോട്ട് കാണുന്നത് നമ്മളെ മെയിൻ റോട്ടിക്കാ. ഇടി പൊട്ട തുടങ്ങി, അപ്പം മഴ ഉണ്ടാവില്ലേ. അടിപൊളി പോയിരുന്നു കേട്ടോ. ഞങ്ങൾ അതൊക്കെ പറിച്ച് ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഓരോ വീടുകളിലും അങ്ങനത്തെ നല്ലൊരു ഇതുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ട്. ഇത് വീട് കാണില്ലല്ലോ ശരിക്ക്, വീട് കാണില്ല. അപ്പൊ കണ്ടോ അല്ലേ? കാണാത്തവർക്കൊക്കെ പുതിയതായിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, ആരും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണൊക്കെ ചോദിച്ചിരുന്നല്ലോ അല്ലേ? 1300 സംതിങ്ങുമൊക്കെ എത്തിയിട്ടുണ്ടാവും അടുക്കള വന്നതിന് ശേഷം. അതിന്റെ മുന്നേ 850 ഒക്കെ ഉള്ളായിരുന്നു അടുക്കള വന്നില്ലേ. അപ്പൊ അതായി പിന്നെ ആകെ 6 സെന്റ്. അതെ, 6 സെന്റില് തികയൂല്ല വീട്. 6 സെന്റ് ചെയ്യുന്നു. അതിലിപ്പോ നമ്മളെ റോഡിനൊക്കെ നമ്മൾ വിട്ടുകൊടുത്തതിന് ശേഷം 5.5 സെന്റ് സ്ഥലമാണ്. അതിലാണ് ഇപ്പൊ ഈ വീട് നിൽക്കണേ. അതിനുള്ള ഈ കുഞ്ഞു മുറ്റപ്പടിയും ആ സൈഡിലൊരു ഇത്ര ഗ്യാപ്പും അപ്പുറത്തെ സൈഡിൽ ബാക്കിൽ ഇത്രയും. അതിലില്ലാത്തവരൊന്നും ബാക്കിയില്ല. പച്ചക്കറികളുണ്ട്, ഇങ്ങനെ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മീൻകുളം, പിന്നെന്താ പറയാ, തിരുമാങ്കല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നിനൊരു സ്ഥലമല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഈ വീടിനുള്ളിൽ അങ്ങനെയാണ് കേട്ടോ. അവിടെ തീരുമാനമാവട്ടെ. അതോളാണ് കേട്ടോ ഈ വാക്ക്. 2 കത്തിയുണ്ട്, 2 ആളുണ്ട്. ഒരു 2 ആളാണ് അത് മുറിച്ച് പാകപ്പെടുത്തുന്നത്. അപ്പം 4 മണി ചായക്ക് നമുക്ക് കടിയാക്കാമെന്ന് വിചാരിച്ചാണ്. ബേക്കറി കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവർക്ക് കൂട്ടാൻ പറ്റില്ല. ജിമ്മാർ വന്നതിന് ശേഷം നമ്മൾക്ക് കണ്ണി കാണാതൊന്നും മാറി വെച്ച് തിന്നാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ എന്തെങ്കിലും കാട്ടിയാലും പറഞ്ഞാലും നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ഇടണേന്ന് പറയലുണ്ട്. അത് കാരണമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെന്ന് മാത്രം. ഇവിടെ പാറൂസ് ഉറക്കാണ്, ഭയങ്കര ഉറക്കാണ്. രാവിലെ ഫുള്ള് കളി, രാത്രി ഫുള്ള് കളി. നമ്മൾ കിടക്കണ നേരത്തെ ഇനി കളിക്കാൻ നീച്ച് വരും. അതാണ് സ്ഥിതി. ഇപ്പം നല്ല ഉറക്കാണ് കേട്ടോ. ഇപ്പം നീച്ചിട്ട് വരും. അപ്പം അത് റെഡി ആയോ നോക്കട്ടെ കേട്ടോ. വെറുതെ തിന്നാണ് ദിവസം. അല്ല ഇതിന്റെ ഉള്ളിലല്ലേ അമ്മ? ശരിയാ, ഇത് ഉള്ളത്തെ കഷ്ണം പുറത്തത്തെ കഷ്ണമല്ലല്ലോ. ചക്കരക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലോണം കഴുകി ഇരിക്കട്ടെ കേട്ടോ. മണ്ണും ചെടിയൊക്കെ ഉണ്ടാവും. ഒരു തുള്ളിയല്ലേ, ചിലപ്പോ തുള്ളിയിട്ട് പോയിക്കൂടെ. മഴ നാളെ 5 മഴ ചെയ്തിട്ടൊരു ആലിപ്പഴം ഇവിടെ വീണിട്ടില്ല. ആലിപ്പഴം ചാടുന്നത് നോക്കിയിരുന്നു അവിടെ. പെരുന്തൽമണ്ണയ്ക്കൊക്കെ ചാടിയായിരുന്നു ക്ലാസ്സേട്ടോ. ഏതാ മോഡല്? പേര് മുളക് കീറിയിട്ടിട്ടേ 2 മുളക് വിളിക്കണേ. അപ്പൊ എന്നോട് പോകരുത് പറഞ്ഞോ പുറത്ത് പോണതാണ് ഇഷ്ടം. ഇനി പോല പറഞ്ഞല്ലേ കുട്ടി. തടിന്റെ തരുമ്പില്ല, കടിക്കാൻ വരും. ഇപ്പൊ പഠിച്ചതാണത്. ഇതിന് കുറെ സമയം പോട്ടോ. നമുക്ക് ഇതിന്റെ ഹെയറൊക്കെ ഇപ്പൊ കഴിച്ചിലാണ്. 2 മാസമായി. പിന്നെ മുടിയോട് ഇങ്ങനെ ചെയ്യണം. 15 ദിവസം കൂടുമ്പോ ഇന്ന് വരെ മരുന്ന് ഒന്നും കൊടുക്കാല്ലേ. ഞങ്ങള് മരുന്നൊക്കെ കുടിക്കട്ടോ. ഞങ്ങള് മരുന്നൊക്കെ ഒരു കഥയാണ്. പിന്നെ വേറെ മരുന്നുണ്ട്. പിന്നെ ചെവിയിൽ ഒട്ടിക്കാൻ 15 ദിവസം കൂടുമ്പോ ഉണ്ട്. പിന്നെ എപ്പോ നമ്മള് സംശയം ചോദിച്ചാലും നമ്മളത് കൊച്ചിനെ വാങ്ങിയവർക്ക് പറഞ്ഞു തരും. മെഹറിൻ കാറ്ററീസ് പറയാം. മുളക് ലേശം വെള്ളം വെച്ചു. മഞ്ഞപ്പൊടി ഇടണം. പല ആൾക്കാരും പല മോഡലാണ്. ഉള്ളിയിൽ വറവിടുമ്പോ ഉള്ളിയും ചുവന്ന മുളക് വെള്ളം കുടിക്കേ. ലേശം കൂട്ടും. നമ്മളിത് നടുപ്പത്ത് വയ്ക്കാം. വേവാനായിട്ടില്ല, ഇപ്പം വെച്ചിട്ടല്ലേ ഉള്ളൂ. കുക്കറിൽ വെച്ചാല്
ഓവർ വേവാകും. അപ്പൊ അത്ര വേവ് വേണ്ട. അതിങ്ങനെ നമുക്ക് കഷ്ണം എടുത്ത് തിന്നണ്ടേ. അപ്പൊ അതിനകത്തേക്ക് ഹായ് എടുത്താ പറ. ഹായ് ഹായ്. കുളിപ്പിക്കാനായിട്ടുണ്ട്. കുളിക്കാൻ പോണം. എന്നും ഞങ്ങൾ കുളിപ്പിക്കൂല. നമുക്ക് കുളിപ്പിച്ച് നമുക്ക് ഇന്നൊരു അനുഭവം മാറിയിട്ടില്ല. നഖം വെട്ടാൻ അറിയില്ല ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ നഖം വെട്ടാൻ പഠിച്ചു കേട്ടോ. നഖം ഉണ്ടായിട്ട് നമ്മൾക്ക് കട്ടറുണ്ടല്ലോ. അവിടെ പറ. നഖം നോക്കട്ടെ പെണ്ണേ. നഖണ്ടോ? നഖം വെട്ടി. ഇപ്പൊ നഖല്ല കേട്ടോ, നഖം വെട്ടി പഠിച്ചു. പപ്പൂസിന്റെ കമ്പനി ഉണ്ട്. ഇറച്ചിക്ക് തട്ടാതെ വെട്ടാൻ പഠിപ്പിച്ചു. പഠിപ്പിച്ചു. തന്നെ മഴയുണ്ടല്ലോ. മഴ കുറച്ചേരം വെയിറ്റ് ചെയ്യണല്ലേ. ഇപ്പൊ ചായ വേണോ? ചായ എത്ര ദിവസം അമ്മ അടുക്കളയില്? 2 ദിവസം 3 ദിവസോ 4 ദിവസോ? 4 ദിവസം അമ്മ അടുക്കള കഴിഞ്ഞ് അമ്മക്ക് കൈമാറി. 4 ദിവസം 4 ദിവസം. ഇനി നാളെ വരുത്താനും കൂടി ആയിക്കോട്ടെ. ഓക്കെ. നമുക്ക് ചുവന്ന ഉള്ളി അരിഞ്ഞതും മുളക് ആ വെയിലത്തിട്ടിട്ട് പൊടിയായി. ഇത് നമ്മൾ അന്ന് പൊടിച്ചപ്പോൾ മറന്നത്. കുറച്ചുകൂടി ഇനി രസം കൂടി മുള്ളിട്ടെടുക്കട്ടെ. പഴയ കഷ്ണം കാണണം. അടുത്ത് കാണണ്ടേ ഉണ്ടാക്കുമ്പോ കുക്കിങ്. മറന്നിട്ട് അടുക്കള കയറത്തോടൊക്കെ മറന്നുണ്ടാവും. അടുക്കളയിലൊക്കെ കയറും. അപ്പം നമുക്ക് ഇതൊന്ന് നോക്കട്ടെ. കരിവേപ്പില വേണട്ടോ. നമ്മൾക്ക് കരിവേപ്പില കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചെറുതാക്കി വെക്കണേ. ഉള്ളിക്ക് അങ്ങനെയൊക്കെ നിൽക്കും. അപ്പൂസിന്റെ ജിം സ്പെഷ്യൽ അത്. ചക്രക്കിഴങ്ങ് അറിയണില്ല അല്ലേ? നല്ല മണമുണ്ട്. ഉള്ളിയും കറിവേപ്പിലൊരു കുറവുണ്ട് അല്ലേ? കറിവേപ്പില നമുക്ക് കിട്ടാലോ കേട്ടോ. അപ്പം ഇവ എല്ലാം കൊണ്ട് എവിടെയും നല്ല ഇലല്ല. ഒക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. തെഴുമില്ല. അപ്പം ഞങ്ങൾ ഇരിക്കണത് എവിടെയെന്നറിയോ? അടുക്കളേൻ്റെ ഭാഗത്താട്ടോ. ഇവിടെ നമ്മളെ പഴയ ബെഞ്ചില്ലേ? നമ്മുടെ പഴയ വീട്ടിലെ ബെഞ്ചാട്ടോ ഇത്. പഴയ വീട്ടിൽ നിന്ന് അന്ന് അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കട്ടിൽ പോലത്തെ ഒരു ബെഞ്ചാണ്. ഒറ്റ ഒരാൾക്ക് കിടക്കാൻ പാകുള്ള. ആണോ? അപ്പം അങ്ങനെ ആ ബെഞ്ചിനെ ഞങ്ങൾ കുറച്ചു കാലം അതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് വിറക് വെച്ചിരുന്നു. ഇപ്പോൾ വിറക് കഴിഞ്ഞപ്പോൾ വീണ്ടും താഴേക്ക് കൊടുന്നിട്ടു. എന്നാൽ ഞങ്ങൾക്കും ഇരിക്കാം, പാറൂനും ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചതാ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇത് കണ്ടപ്പോൾ ചോദിച്ചത് നിങ്ങൾ ബാത്റൂമിൽ നിന്ന് വരുന്ന വഴിയാണോ? അത് ഇത് ബാത്റൂമിൽ നിന്ന് വരുന്ന വഴിയല്ല കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ വഴിയാണിത്. കണ്ടില്ലേ? ഇത് അടുക്കള ഡോറ്. ഇവിടുന്ന് ഇറങ്ങണ വഴിയാണ്. അപ്പുറമാണ് ബാത്റൂം കിടക്കണേ. ഇനിയിപ്പോ ബാത്റൂം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വഴിയിലല്ലേ. ആദ്യം ബാത്റൂം അടുക്കള ഒന്നേന്നില്ലേ, അതിന്റെ ഇടയിലേന്ന് ഞങ്ങൾ അടുക്കള. അപ്പൊ അതോ അല്ലേ നമുക്ക് എന്താ വെച്ചാല് ഏറ്റവും ഇവിടെ നമുക്ക് ഉള്ളിൽ പുറത്തിരിക്കാൻ സ്ഥലം ഇവിടെ ഉള്ളു. പിന്നെ അപ്പുറത്തൊക്കെ ഭയങ്കര റോഡ് ചൂട്. ഇവിടെ പിന്നെ ഇതിന്റെ ഒരു കുറച്ച് സുഖമുണ്ട് ഇവിടെയൊക്കെ. കഴിഞ്ഞോ? അത് തിന്ന മേല് തുടച്ചു കുറച്ചെടുത്തിട്ടുള്ളോ? എന്തേന്ന് ചാടിക്ക് അവനത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ തുടങ്ങുമ്പോഴേക്കും അവനത് കഴിയും. അപ്പോൾ ഇവിടെ ഇരുന്നാ അപ്പൂൻ്റെ സ്ഥിരമായിട്ട് കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അപ്പു പൊതുവേ ഓൻ അങ്ങനെയാണല്ലോ. സംസാരിക്കുക വെച്ചാൽ സംസാരിക്കൂല വെച്ചാൽ സംസാരിക്കൂല, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഒരു ഹായ് എടുത്താ പിന്നെ ഓനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ. സന്തോഷേട്ടൻ അത്രയ്ക്കൊന്നും സംസാരിച്ചിരുന്നില്ല. അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞാൽ വിശ്വസിക്കൂല. കാരണം ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ
മറ്റേ വീഡിയോയിലായാലും എല്ലാവർക്കും ഒരു ഇതിലായാലും അത്ഭുതമാണ് ഇത്രയും നമ്മള് വർത്താനം ഒരു സംസാരിക്കാറുമ്പോ. ഇങ്ങനെയൊക്കെ പറയണവരാ അന്ന് മുണ്ടൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല പറയും. പക്ഷെ അങ്ങനെയൊന്നും ആരെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നാൽ എവിടെയെങ്കിലും കയറി ഒളിച്ചിക്കും. പിന്നെ ഒരു പോയി കഴിഞ്ഞിട്ടോ പുറത്തേക്ക് നമ്മളെ കണി കാണാൻ കിട്ടുക. അത്രയും മടിയാണ്. ചോദിക്കാനും മാത്രം ആ ഡയലോഗ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഓവറായിട്ടൊരു വർത്താനുണ്ടായില്ല. പിന്നെ വീഡിയോയിൽ വന്നതിൻ്റെ ശേഷമാണ് എല്ലാവരോടും സംസാരം അങ്ങോട്ട് തുടങ്ങി ഭയങ്കര അതായത്. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പൂസിന്റെ കാര്യം പറയാണ്ടാവും അല്ലേ. ഞാന് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ചിലപ്പോ ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും അല്ലേ അല്ലേ അപ്പൂസ? എന്തല്ലേ അത് കോരി തിന്നാളല്ലേ അമ്മ? സ്പൂണിന് പകരമായി ഒരു എന്താ പ്ലാവിന്റെ ഇല പൊട്ടിച്ചുകൊണ്ടായതാണ് ഇങ്ങനെ കോരി തിന്നാ. എന്താ പ്ലാവിലെ അടക്കി തിന്നണ കാണിച്ചു കൊടുക്കി. അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ആദ്യമൊക്കെ. അപ്പൊ അടിക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടണോണ്ട് അതല്ലേ ഞാൻ അങ്ങനെ നോക്കി കെക്കി തിന്നേണ്ടത്. നാളെ കാണാം. ആയിക്കോട്ടെ കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഞങ്ങൾ വായ വെള്ളം ഇറക്കിക്കണേ. അപ്പൊ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് വെക്കും. അപ്പൊ നാളെ കാണാട്ടോ ബാക്കി വിശേഷമായിട്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.